ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായിട്ട് ഷോർട്സ് മാത്രമാണ് ഇടുന്നത്. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ കേട്ടോ, കുറച്ച് ലെന്തി ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഔട്ടിങ്ങിന് പോവാണ്. ഔട്ടിംഗ് എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. അടുത്തൊരു മോളിലൊന്ന് പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് തന്നെ ഒരു ലേക്കുണ്ട്, അപ്പോൾ അവിടെയും കൂടെ ഒന്ന് പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മോളിലേക്കാണ് പോകുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള ഹൈ സ്ട്രീറ്റ് ഉണ്ട്, അപ്പോൾ അവിടെ ഒരു മോളുണ്ട്, ദ മെയ്ഡ്സ്റ്റോൺ മോളാണ്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ശംഭുവും ഗോകുലൊക്കെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ മോളിൽ ബിയാനം എന്ന് പറഞ്ഞിട്ട് ഷോപ്പിലോട്ടാണ് പോകുന്നത്. വേറെ ഒന്നിനല്ല, നമ്മളൊരു ഫാൻ വാങ്ങിക്കാനായിട്ട് പോവാണ്. ഒരു ഫാൻ ഉണ്ട് ഓൾറെഡി, ബട്ട് ഒരു ഫാനും കൂടി മേടിക്കാനായിട്ട് പോകണം. കാരണം ഇപ്പോൾ സമ്മർ ആകുമ്പോൾ രാത്രിയൊക്കെ നല്ല ചൂടാണ്, ഭയങ്കര ചൂടാണ്. നമ്മുടെ നാട്ടിൽ 26 ഡിഗ്രി പോലെ അല്ല, ഇവിടെ 26 എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ചൂടാണല്ലോ. യു കെയിലുള്ളവർക്ക് അറിയാം. അപ്പോൾ അങ്ങനെ പോവാണ്. അപ്പം ബിയാനമിലാണ് പോകുന്നത്. അവിടെ കുറച്ച് ഓഫറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫാൻ മേടിക്കാൻ പോകുമ്പോഴാണെങ്കിലും ചുമ്മാ കയറുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ നോക്കി നടക്കുമല്ലോ. അങ്ങനെ അവിടെ ഇരുന്ന ചോക്ലേറ്റ്സും കുറേയൊക്കെ ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു. അപ്പോഴത്തേക്കും അവിടെ ഒരു ഔഡിയുടെ ടോയ് കാർ പോലത്തെ ഒരു കാറ് കണ്ടു. അപ്പോൾ അവിടെ ഒരു കാറ് കണ്ടാകുമ്പോഴത്തേട്ടാ എന്നോട് പറയാം അത് മേടിച്ച് തരാൻ. 25 പൗണ്ട്സാണ്. വെറുതെ അത് കൊടുത്ത് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും പിന്നെ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. പക്ഷേ പിന്നെ മേടിച്ചില്ല. കാരണം അതെന്തോ ബാറ്ററി ഇടണം. അപ്പോൾ ബാറ്ററി ആകുമ്പോൾ കുറേ ബാറ്ററി മേടിക്കേണ്ടി വരും. റിമോട്ട് കൺട്രോൾ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല, പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ നമ്മളിത് ഈ ഒരു പെഡസ്റ്റൽ ഫാനാണ് എടുത്തത്. വൈറ്റ് കളറും ഗ്രേ കളറും ഉണ്ടായിരുന്നു. നമ്മൾ ഗ്രേ ആണ്, കാരണം വൈറ്റ് ഒരെണ്ണം ഓൾറെഡി ഉണ്ട്. അപ്പോൾ പിന്നെ ഗ്രേ കളർ മേടിക്കാമെന്ന് പറഞ്ഞു മേടിച്ചു. 20 പൗണ്ട്സേ ഉള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പിന്നെ അമ്മത്തേട്ടൻ പോയി ട്രോളിയൊക്കെ എടുത്തിട്ട് വന്നു. പിന്നെ നമ്മൾ ഒരു കൂളർ പോലത്തെ ഒരു സംഭവം കൂടെ വാങ്ങി. അതായത് നമ്മുടെ റൂമൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ഹോളിലൊക്കെ നല്ല ചൂട് വരുന്നുണ്ട് പുറത്തുനിന്ന്. അപ്പം ഇതേപോലെ ഒരു എയർ കൂളർ മേടിച്ചു. അപ്പോൾ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് തണുത്തോളും റൂം ഫുള്ള്. അങ്ങനെ അതും ഒരെണ്ണം വാങ്ങി. പിന്നെ ഈ ഒരു ഫോൺ ഹോൾഡർ നമ്മുടെ കാറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. ഒരെണ്ണം ഉണ്ടായിരുന്നത് അത് ഇളകിപ്പോയി. അപ്പോൾ പിന്നെ ഒരെണ്ണം മേടിച്ചു. ഈ ഒരെണ്ണമാണ് മേടിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്ര സാധനങ്ങൾ മേടിച്ചുള്ളൂ. പിന്നെ നമ്മുടെ ഈ ഔട്ട്ഡോറിൽ വെക്കുന്ന കുറച്ച് ഫർണിച്ചറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ ഇരുന്നു. ഈ ഒരു ഊഞ്ഞാലുണ്ടല്ലോ, അടിപൊളിയായിരുന്നു. അതിനകത്തിരിക്കാൻ നല്ല സുഖമായിരുന്നു കേട്ടോ. അതിനകത്തിരുന്ന് ഇങ്ങനെ ആടാൻ വേണ്ടിയിട്ട് ആ ഒരു കുഷൻ ടൈപ്പ് പോലത്തെ ഇതിലിരിക്കുമ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 200 പൗണ്ട്സ് എങ്ങാണ്ടാണ്. പക്ഷേ വെർത്ത് കേട്ടോ, അടിപൊളിയായിട്ട് നമുക്ക് നല്ല രസമുണ്ടായിരുന്നു അതിനകത്തിരിക്കാൻ. പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഒരു സാധനം മേടിക്കാൻ പോയ എല്ലാ സാധനവും നോക്കുമല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഐസ്ലാൻഡിൽ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു, ചിക്കനും കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും ഇതേ മോളടച്ചു. 6 മണി ആയതേ ഉള്ളൂ. പക്ഷേ ഇവിടെ എല്ലാ ഷോപ്പും 6 മണിയാകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യും. അപ്പോൾ മോളിലെല്ലാ കടകളും എല്ലാം അടച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. മോളിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ലേക്കിൻ്റെ സൈഡിലോട്ട് പോവാം കേട്ടോ. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ നമ്മൾ വീട്ടിൽ നിന്ന്. അങ്ങനെ ഈ വഴിയിൽ കൂടെ പോവാണ്. ഇപ്പോൾ ഏകദേശം ഒരു 6:30-7 മണി ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് രാത്രി 9:30 വരെ, ഒരു 9:30 9:45 വരെ അടിപൊളിയായിട്ട് നല്ല വെട്ടമുണ്ടായിരിക്കും. ഇപ്പോൾ 7 മണി ഏകദേശം ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നല്ല സൺലൈറ്റ് ഉണ്ട്. ചൂട് ഈ ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേക്കും ചൂടൊന്ന് കുറയും. പക്ഷേ കുറച്ച് കാറ്റും ഇതൊക്കെ ആയിട്ട് വെളിച്ചം നന്നായിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആ ലേക്കിൻ്റെ മുകളിൽ കുറച്ച് സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ പോയി നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐസ്ലാൻഡിൽ നിന്ന് കുറച്ച് സാധനം മേടിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ പിസ്താഷ്യോ കുൽഫി മേടിച്ചായിരുന്നു. അപ്പോൾ നമ്മളത് അവിടെ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് മേടിച്ചു. അപ്പം ഇങ്ങനെ ആൾക്കാർ അതായത് ആൾക്കാർ സ്വന്തമായിട്ടുള്ള ബോട്ടുള്ള ആൾക്കാരൊക്കെ ഈ സമയമാകുമ്പോൾ നമ്മൾ സമ്മർ ടൈമിൽ ഇങ്ങനെ ലേക്കിൽ പോവാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളവിടെ കുൽഫിയൊക്കെ കുടിച്ചു. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അടിപൊളി കേട്ടോ. ഇങ്ങനെ ഈ ലേക്കിൻ്റെ സൈഡിലൊക്കെ വന്ന് ഇങ്ങനെ നമ്മൾ എല്ലാവരും ഒക്കെ ആയിട്ട് വർത്താനം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ നിൽക്കാനും ഇങ്ങനെ ഓരോരുത്തർ കാഴ്ചകൾ കാണാനും ഒക്കെ അടിപൊളിയാണ്. ഇവിടെ നല്ല രസമായിരുന്നു കേട്ടോ. നന്നായിട്ട് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി കുറച്ചുകൂടി ആ ലേക്കിൻ്റെ തൊട്ടടുത്ത് ആയിട്ട് പോയി അവിടെ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ഇങ്ങനെ പ്രാവുകൾക്കൊക്കെ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇങ്ങനെ ആൾക്കാർ കയാക്കിങ് ചെയ്യുന്നതൊക്കെ കാണുന്നത് നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ പോകുന്ന കാണാനായിട്ട് അടിപൊളിയായിരുന്നു. ഇതേപോലെ 3 ആൾക്കാരൊക്കെ ഇരുന്ന് പോകുന്നത്. അവരൊക്കെ എത്ര കറക്റ്റായിട്ടാണ് 3 പേരും ഒരേപോലെ ഇങ്ങനെ തുഴഞ്ഞു പോകുന്നത്.
ഇതൊക്കെ ഇങ്ങനെ നേരിട്ട് കാണുമ്പോഴത്തേക്കും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ ബോട്ടുകളും കയാക്കിങ്ങും ഒക്കെ ആൾക്കാരിങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു ആ ലേക്കിൽ. പിന്നെ ഇങ്ങനെ പ്രാവിനെയൊക്കെ കണ്ട് ഇങ്ങനെ അടിപൊളിയായിരുന്നു. ആ ഒരു ഈവനിങ് ടൈം നന്നായിരുന്നു. പിന്നെ നമ്മൾ കോക്കൊക്കെ കുടിച്ചു. പിന്നെ ഇത് കാണുന്നത് വെച്ചാൽ അവിടെ കുട്ടികളിങ്ങനെ പഠിക്കുന്നുണ്ടായിരുന്നു കയാക്കിങ്. അവരെ ഗൈഡ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട്. അപ്പം അവർക്കിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞു. പിന്നെ അപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ മീൻ പിടിക്കാനായിട്ട് ലേക്കിൽ നിന്ന് ഒരുപാട് ആൾക്കാരിങ്ങനെ വന്ന് മീൻ പിടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഗൂഗിൾ പോയി പുള്ളിയോട് സംസാരിച്ചു. പുള്ളി പോളിഷാണ്. അപ്പോൾ പുള്ളി അവിടെയൊക്കെ നിന്ന് നോക്കിയിട്ട് മീനെ കിട്ടിയില്ല. കാരണം ഇങ്ങനെ ബോട്ടുകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും പിന്നെ ആ സ്ഥലത്ത് മീൻ വരാൻ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ പുള്ളി അവിടെ നിന്ന് മാറി കുറച്ചുകൂടെ അകത്തോട്ട് പോയി. പിന്നെ ഇതേപോലത്തെ ഒരു സംഭവം കണ്ട്. ഇതും കയാക്കിങ് ആണോ എന്താണെന്ന് എനിക്കറിയില്ല. ഒരു ബോട്ട് പോലത്തെ സാധനം. പക്ഷേ ഇതിനകത്ത് കാണുമ്പോൾ തന്നെ പേടിയാണ്. കാരണം ഇപ്പോഴാണ് വീഴാൻ. പിന്നെ അവർക്ക് അതിൻ്റേതായ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുമല്ലോ. ആൾക്കാർക്ക് നേരത്തെയൊക്കെ അവർ ചെയ്യുന്നതായിരിക്കും. പക്ഷെ അവർ സേഫ്റ്റി ജാക്കറ്റും അങ്ങനെ ഒന്നും ഞാൻ കണ്ടില്ല അവരേൽ. ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഇങ്ങനെ നിന്ന് പോകുമ്പോഴത്തേക്കും അറിയാനുള്ള ചാൻസ് കൂടുതലാണല്ലോ. അറിയില്ല. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ നേരത്തെ പറഞ്ഞ പുള്ളി കുറച്ചും കൂടെ മാറി നിന്ന് നോക്കി. പക്ഷേ എന്നിട്ടും കിട്ടുന്നില്ല. കിട്ടാന്ന് വെച്ചാൽ കാരണം ഇങ്ങനെ ബോട്ടുകളും ഇങ്ങനെ കയാക്കിങ് ഒക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്കും ആണ് ആ മീനെ പിന്നെ കിട്ടാനായിട്ട് പാട്. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. പുള്ളി ഇവിടെ നിന്ന് എറിഞ്ഞ് നല്ല ദൂരത്ത് നിന്നാണ് വീഴുന്നത്. പക്ഷേ മീനൊന്നും കിട്ടിയില്ല. ഞങ്ങൾ വിചാരിച്ച് എന്തെങ്കിലും കിട്ടും, മീൻ കാണാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മീനൊന്നും കിട്ടിയില്ല. അങ്ങനെ പുള്ളി പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും വിശപ്പായി. പിന്നെ നമ്മൾ തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു മക്ഡൊണാൾഡ്സ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. കാരണം ഉച്ചയ്ക്ക് കഴിച്ചാണ്. പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. പിന്നെ വെയിലൊക്കെ അടിച്ച് നമ്മൾ ആ ഒരു ഐസ്ക്രീം കുൾഫി മാത്രമല്ലേ കുടിച്ചുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശപ്പായി. ഞങ്ങളങ്ങനെ തൊട്ട് താഴെ തന്നെ ലേക്കിൻ്റെ അടുത്ത് തന്നെ മക്ഡൊണാൾഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നമ്മൾ ബർഗറും റാപ്പും ഫ്രൈസൊക്കെ ഓർഡർ ചെയ്തു. അതൊക്കെ കഴിച്ചു. ഞാൻ മയോ ചിക്കനാട്ടോ കഴിച്ചത്. എനിക്ക് അന്നും ഇന്നും എൻ്റെ ഫേവറേറ്റ് മയോ ചിക്കനാണ്. മയോ ചിക്കനും മക്ഫ്ലറിയും പിന്നെ ഫ്രൈസൊക്കെ കഴിച്ചു. അവരും റാപ്പും പിന്നെ ചീസ് ബർഗറൊക്കെയാണ് കഴിച്ചത്. അപ്പം ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ചെറിയൊരു ഔട്ടിംഗ് വീഡിയോ കേട്ടോ. അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തു എല്ലാവരും കൂടെ ആയിരുന്നപ്പോൾ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വീട്ടിൽ തിരിച്ചു പോവുകയാണ് ചെയ്തത്. നല്ല ക്ലൈമറ്റൊക്കെ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.